പെരിയാകൊലക്കേസിലെ പ്രതികളെ സ്വീകരിക്കാൻ കാസർഗോഡ് CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 പ്രതികളാണ് ജയിൽ മോചിതരാവുന്നത്. ഇരട്ട കൊലപാതക കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച സാഹചര്യത്തിലാണ് പ്രതികളുടെ മോചനം സാധ്യമായത്. വിശദാംശങ്ങളുമായി ഫെലിക്സ് ചേർന്നു. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഒരുപാട് പേരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവും. CPMന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളടക്കം നിരവധി പേർ അവിടെ സ്വീകരിക്കാനായി എത്തിയിരിക്കുന്നത്. വീരോചിതമായ സ്വീകരണം നൽകാൻ തന്നെയാണ് പാർട്ടിയുടെ പദ്ധതി എന്ന് തോന്നുന്നു, അല്ലേ? കണ്ണൂർ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാർ, CPMന്റെ ജില്ലാ സെക്രട്ടറിമാർ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ മുന്നിലുണ്ട്. അവരാണ് ഈ പ്രതികളെ സ്വീകരിക്കാനായി ഉള്ളത്. ഒപ്പം തന്നെ കാസർഗോഡ് നിന്നുള്ള കൂടുതൽ നേതാക്കളും ഒപ്പം തന്നെ പ്രവർത്തകരുമുണ്ട്. പക്ഷേ വലിയ രീതിയിൽ ആളുകളൊന്നുമില്ല, അല്ലെങ്കിൽ വലിയ പ്രവർത്തകരുടെ ബാഹുല്യമൊന്നും ഇപ്പോൾ ഈ പറയുന്ന 4 നേതാക്കളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാനില്ല എന്നതാണ്. അതായത് ഔദ്യോഗികമായി പറഞ്ഞാൽ വലിയ സ്വീകരണം എന്ന് പറയാൻ കഴിയില്ലാത്ത രീതിയിലാണ്. പക്ഷേ അതേസമയം CPMന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാർ ഇവിടെയുണ്ട്. അവർ ഇവിടെ എത്തി, അവരെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ഇവർ ജയിലിലേക്ക് പോയ സമയത്തും സമാനമായ രീതിയിൽ വലിയ സ്വീകരണം കണ്ടതാണ്. പക്ഷെ അതുപോലത്തെ വലിയ ഒരു നേതാക്കളുടെയോ പ്രവർത്തകരുടെയോ പങ്കാളിത്തം നമുക്ക് ഈ സമയത്ത് ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നതാണ്. അന്ന് P ജയരാജൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ MV ജയരാജനും അധികമില്ലെങ്കിലും കണ്ണൂർ കാസർഗോഡ് CPM ജില്ലാ സെക്രട്ടറിമാരുടെ സാന്നിധ്യം തന്നെ ഏറ്റവും വലുതായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം 2 ചെറുപ്പക്കാരെ നിഷ്കരണം കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ വിധിച്ചവരാണിവർ. ഇപ്പോഴിതാ ശിക്ഷ മരവിപ്പിച്ച് പുറത്തിറങ്ങുന്നു. മുൻ MLA അടക്കമുള്ളവരാണ് ഇതിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. അവരെയാണ് ഇത്രയും ആവേശത്തോടെ സ്വീകരിക്കാൻ ഈ മുതിർന്ന നേതാക്കൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഈ സംഭവത്തിൽ 4 CPM നേതാക്കളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ CPM പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. അവരെ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു, അവരെ മനഃപൂർവ്വം ഈ കേസിൽ ഉൾപ്പെടുത്തുകയായിരുന്നു എന്നതാണ് CPMന്റെ വാദം. പക്ഷേ നമുക്കറിയാം, ബാക്കി 10 പ്രതികൾ കൂടിയുണ്ട്. അവർക്ക് കൂടി CPM പിന്തുണ നൽകുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പീതാംബരൻ, 1-ാം പ്രതി പീതാംബരൻ അടക്കമുള്ളവരെ ഒരു വേള പാർട്ടി പൂർണ്ണമായും തള്ളിപ്പറഞ്ഞതാണ്. പക്ഷേ അവർക്കൊക്കെ ഇനിയും എന്ത് രീതിയിലാണ്, അവരെയൊക്കെ കഴിഞ്ഞ ദിവസം നേതാക്കൾ പോയി നേരിട്ട് കണ്ടു എന്നതാണ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. എങ്കിൽ അവർക്കൊക്കെ എന്ത് തരത്തിലുള്ള പിന്തുണയാണ് പാർട്ടി നൽകുന്നത് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും ഈ പറയുന്ന 2 പ്രമുഖ നേതാക്കൾ മാത്രമല്ല, അതായത് കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉണ്ട്, ഒപ്പം തന്നെ കണ്ണൂരിലെ ചില നേതാക്കളുമുണ്ട്. പക്ഷേ കാസർഗോഡ് നിന്നുള്ള നേതാക്കളാണ് കൂടുതലായിട്ടുള്ളത്. ഏരിയ സെക്രട്ടറിമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങി ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഏതായാലും അല്പസമയത്തിനകം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഈ 4 നേതാക്കൾ, KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, KV ഭാസ്കറിനൊപ്പം തന്നെ രാഘവൻ വെളുത്തോളി, ഈ 4 നേതാക്കളും അല്പസമയത്തിനകം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. 5 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഈ നേതാക്കൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഈ റിലീസിംഗ് ഓർഡർ അല്പസമയം മുമ്പാണ് CPM നേതാക്കൾ ഇവിടെ എത്തി റിലീസിംഗ് ഓർഡർ ജയിലിലേക്ക് എത്തിച്ചത്. അവരിവിടെ എത്തിയ സമയത്ത് ജയിൽ സൂപ്രണ്ട് എത്തിയിരുന്നില്ല. അതുകൊണ്ട് ജയിൽ സൂപ്രണ്ട് അതിന് ശേഷം എത്തിയ ശേഷം ഈ റിലീസിംഗ് ഓർഡർ ഇതിനുള്ളിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജയിലിൽ നിന്നും അല്പസമയത്തിനകം പുറത്തിറങ്ങും. ഏതായാലും CPM ഇക്കാര്യത്തിൽ ഏറെ രാഷ്ട്രീയ പ്രതിരോധത്തിൽ നിന്നൊരു കേസാണ് പെരിയയിലെ 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസ്. ഏതായാലും ആ കേസിൽ ഈ പ്രതികൾക്ക്, ഈ 4 CPM നേതാക്കൾക്ക് 5 വർഷത്തെ ശിക്ഷ ആണ് കോടതി വിധിച്ചത്. അതായത് പ്രതികളെ KV കുഞ്ഞിരാമനെതിരെ പ്രതികളെ അവിടെ നിന്നും ഇറക്കിക്കൊണ്ടുവന്നു എന്നതാണ്. അപ്പോൾ അതിലാണ് ഇവർ അപ്പീൽ നൽകുകയും ഹൈക്കോടതി ശിക്ഷ മരവിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിക്കുമ്പോൾ പോലും ഈ കേസിൽ പ്രതികൾ കുറ്റവിമുക്തരാകുന്നില്ല എന്നതാണ്. ഏതായാലും അതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കാനിരിക്കുകയാണ്. ആ വാദം കേട്ട് അപ്പീല് ഒരു തീർപ്പാക്കുന്നത് വരെയും അവർ കുറ്റവിമുക്തരല്ല. അതേസമയം അവർ ജാമ്യത്തിലാണ്. പ്രത്യേകിച്ചും ശിക്ഷ മരവിപ്പിച്ചതുകൊണ്ട് അവർ ജാമ്യത്തിലാണ് എന്ന് പറയാൻ കഴിയും. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശിക്ഷ മരവിപ്പിച്ചത് ആശ്വാസമാണ് എന്ന് തന്നെ പറയാം. കാരണം CPM തന്നെ നേരത്തെ ഈ ശിക്ഷാവിധിയുടെ സമയത്ത് തന്നെ പറഞ്ഞിരുന്നത് ഇതിൽ തങ്ങൾക്ക് പങ്കില്ല എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം, അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക ആശ്വാസമാണ് ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം എന്ന് പറയും. ഏതായാലും പ്രവർത്തകർ പുറത്തിറങ്ങുമ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടറി അടക്കം ഉള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരടക്കം ഇവിടെ സ്വീകരിക്കാനായി എത്തുന്നു എന്നതാണ്.